കൊല്ലം കൊട്ടാരക്കരയിൽ വീണ്ടും തെരുവ് നായ ആക്രമണം 6 പേർക്ക് കടിയേറ്റു. 70-കാരൻ്റെ മൂക്ക് നായ കടിച്ചു പറിച്ചു. ഗണപതി ക്ഷേത്രത്തിലെത്തിയ ഭക്തനും കടിയേറ്റു. എം മനോജ് ചേരുന്നു. മനോജ്, തെരുവ് നായകളുടെ അക്രമം പെരുകുകയാണ്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ കൊട്ടാരക്കരയിൽ വീണ്ടും തെരുവ് നായയുടെ ആക്രമണം. 70-കാരൻ്റെ മൂക്ക് നായ കടിച്ചു പറിച്ചു എന്ന വാർത്തയും ഞെട്ടിപ്പിക്കുന്നു. വിശദാംശങ്ങൾ. കൊട്ടാരക്കരയിൽ വീണ്ടും തെരുവ് നായ ആക്രമണം. 6 പേർക്ക് കടിയേറ്റു. 70-കാരൻ്റെ മൂക്ക് നായ കടിച്ച് പറിച്ചു. ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കൊട്ടാരക്കരയിൽ നിന്ന് കേൾക്കുന്നത്. മനോജ്, വിശദാംശങ്ങൾ. കൊട്ടാരക്കര നഗരത്തിലാണ് ഇത്തരത്തിലൊരു തെരുവുനായ ആക്രമണം ഉണ്ടായത്. 6 പേർക്കാണ് കടിയേറ്റത്. ഇതിൽ തന്നെ പുനലൂർ സ്വദേശിയായിട്ടുള്ള കുശലകുമാരി, പുലമൺ സ്വദേശിയായിട്ടുള്ള ഗോപിനാഥൻ, സുരേഷ് കുമാർ, അതോടൊപ്പം ഈ സദാനന്ദപുരം സ്വദേശിയായിട്ടുള്ള സാം കുഞ്ഞ്, പാണ്ടിത്തിട്ട സ്വദേശിയായിട്ടുള്ള കുഞ്ഞുമോൻ, അതോടൊപ്പം തന്നെ ഒരു തമിഴ്നാട് സ്വദേശി എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതിലൊരു 70-കാരൻ്റെ മൂക്കിൽ ഈ നായ കടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ ഗണപതി ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയ ഒരു ഭക്തനും പരിക്കേറ്റിട്ടുണ്ട്. രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ഈ നഗരത്തിൽ നേരത്തെയും ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. നിരന്തരമായി ഈ ഭാഗത്തൊക്കെ തെരുവുനായ ആക്രമണം തുടർന്നു വന്നിട്ടും അധികാരികൾ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. എന്തായാലും പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ കുഞ്ഞു കുട്ടികൾക്കടക്കം തെരുവുനായയുടെ കടിയേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കൊല്ലം ജില്ലയിലെ തന്നെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. പക്ഷേ അതിൽ കൃത്യമായ ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരെല്ലാം ഉന്നയിക്കുന്ന പരാതി. എത്രയും വേഗം തന്നെ ഇത്തരത്തിൽ തെരുവുനായകൾ ഉണ്ടെങ്കിൽ ആ ശല്യം അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അനന്ത്യ.